ട്രോളുകൾ നമുക്കൊരു കരുത്താണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കളി കണ്ടവർക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് കേട്ടവർക്കും മനസ്സിലാവും. നെയ്മർ പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന ഒരു കളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് വേറല്ല. എനിക്ക് തിരിച്ചു വരണം. നമ്മൾ നോക്കിയാൽ അറിയണം, റൊണാൾഡോ പറയും ഐ ആം ബാക്ക്. ആ ഒരു സ്പിരിറ്റാണ്. ഒരു കളിക്കാരൻ പരിക്ക് പറ്റുമ്പോൾ, ഒരു ടാലൻ്റ് ആയിട്ടുള്ള കളിക്കാരന് പരിക്ക് പറ്റുമ്പോൾ അദ്ദേഹം കളിക്കളത്തിൽ തിരിച്ചു വരാൻ എക്സ്ട്രാ എഫർട്ട് ഇടും. ആ എഫർട്ട് അദ്ദേഹത്തിന് ശരിയായ രീതിയിലാണെങ്കിൽ കളിക്കളത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പെർഫോമൻസും റിസൾട്ടും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഞാൻ പറയുന്ന പോലെ ട്രോളിയെ ആരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിലല്ല ട്രോളുന്നത്. കാരണം അതിൽ ചില താല്പര്യങ്ങളുണ്ടാവാം. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കളി കണ്ടവർക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് കേട്ടവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിലായിരുന്നാലും അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ്. അതിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പരിക്കും ഒരു മാച്ച് ഫിറ്റ്നസ്, നമ്മൾ പറയുന്ന ഫിറ്റ്നസ് അല്ല, മാച്ച് ഫിറ്റ്നസ്, ഒരു കളി. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട്ലി മാച്ച് അടക്കമുള്ള ടൂർണമെൻറ്റിന് മുമ്പേ ടീമുകൾ ഒത്തൊരുക്കത്തിനും ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള അവരുടെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കുന്നതിനും ആ ഒരു കോമ്പറ്റീറ്റീവ് മാച്ചിനും മനസ്സിനെയും ശരീരത്തിനെയും പക്വതപ്പെടുത്തുന്നതിനാണ് ഫ്രണ്ട്ലി മാച്ച് വയ്ക്കുന്നത്. അതുപോലെ മത്സരങ്ങൾ പക്വതയായാലേ ഹയർ കോമ്പറ്റീഷന് പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് നെയ്മറിന് ഈ പറഞ്ഞ പോലെ ഒരു പരിശീലനം കിട്ടിയിട്ടില്ല. അവിടെ പക്ഷേ അദ്ദേഹം അതിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും ഓവർകം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, ഫുൾ ഫിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രസീൽ അത് ഏറെ പ്രയോജനം തന്നെയാണ്, അതിലൊരു സംശയമില്ല.